നമ്മൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം നമ്മളുടെ കൺമുന്നിൽ ഉള്ളപ്പോഴും അത് ലഭിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായ മാസമാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് എല്ലാ രീതിയിലും വിശുദ്ധരാകണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധമായ പരിശുദ്ധമായ കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുക. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. പരിശുദ്ധമല്ലാത്ത ഒന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഇസ്ലാം പ്രധാനമായി നമ്മെ പഠിപ്പിക്കുന്നത് 4 രീതിയിലുള്ള വിശുദ്ധികളാണ്. അതിലൊന്ന് ഈമാനികമായ വിശുദ്ധിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിക്കാത്ത, അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളുടെയും കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറയുന്നത് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ ഒരു പ്രവർത്തനവും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തൗഹീദിലുള്ള വിശുദ്ധി, ഈമാനിലുള്ള വിശുദ്ധി നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് കർമ്മങ്ങളിലെ വിശുദ്ധി. ഹറാമായിക്കൊണ്ടുള്ള ഒരു കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ ഹറാം ചെയ്യുന്നവന്റെ കർമ്മങ്ങൾക്കും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ കോട്ടങ്ങൾ തട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പകൽ മുഴുവനും നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി പ്രത്യക്ഷമായിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വൈദാ ഹലോ ഇലാ മഹാരിമില്ല ഫൻതഹഖുഹ, ഹറാമുകളിലേക്ക് ഒഴിഞ്ഞു ചെന്നാൽ അതിലേക്ക് മുങ്ങിക്കുളിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മങ്ങൾ തിഹാമ മല പോലെ ഉണ്ടിയെങ്കിൽ പോലും അതെല്ലാം ധൂളികളായിക്കൊണ്ട് പറപ്പിച്ചു കളയുമെന്ന് പ്രവാചക സല്ലല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കർമ്മങ്ങളിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് ലൈംഗികമായ വിശുദ്ധി. ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ രീതിയിലുള്ള മ്ലേച്ഛകൃത്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട്. ഇവിടെ ഫവാഹിഷ് എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് വ്യഭിചാരത്തിനെ കുറിച്ചാണ്. ലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുത്തു പോലും പോകാൻ പാടില്ല. കണ്ണിനെ നിയന്ത്രിക്കാത്തവൻ, കാതിനെ അശ്ലീലതകളിൽ നിന്ന് നിയന്ത്രിക്കാത്തവൻ, ലൈംഗിക അവയവങ്ങളെ നിയന്ത്രിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് എന്നല്ല ഒരു കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. നാലാമത്തെ വിശുദ്ധിയാണ് സാമ്പത്തിക വിശുദ്ധി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഭൗതികമായ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. അത് തന്നുകൊണ്ടും തരാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. തരാതെ പരീക്ഷിക്കുന്നതിനേക്കാൾ മാരകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം തന്നുകൊണ്ടുള്ള പരീക്ഷണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമദാൻ അഅമാലുകളുടെ മാസമാണ്, സൽക്കർമ്മങ്ങളുടെ മാസമാണ്, തൗബയുടെ മാസമാണ്. എന്നാൽ പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായ മേഖലയിലാണ്. ആ സാമ്പത്തികമായ മേഖലയിൽ പരാജയപ്പെടുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാതെ വരും, നമ്മുടെ തൗബകൾ സ്വീകരിക്കാതെ വരും. ഒരു ഉദാഹരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, യാത്രക്കാരന്റെ പ്രാർത്ഥന നമുക്കറിയാം, അല്ലാഹു തള്ളിക്കളയാത്ത പ്രാർത്ഥനയാണ് സ്വലാത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. എന്നാൽ ആ യാത്രക്കാരൻ യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അവന്റെ ഭക്ഷണം ഹറാമാണ്, അവൻ കുടിച്ചിരിക്കുന്ന പാനീയം ഹറാമാണ്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമ കൊണ്ടുണ്ടാക്കപ്പെട്ടവനാണ് അവൻ. ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക? അത് ഹറാമിലൂടെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് തിന്നും കുടിച്ചും ധരിച്ചും
ഒക്കെ നടക്കുന്ന ഒരുത്തന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, സമ്പത്തിൽ കടന്നുകൂടുന്ന ഹറാമുകൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഏറ്റവും പ്രധാനമായിക്കൊണ്ട് പലിശ അത് ഏറ്റവും വലിയ ഹറാമാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കില റിബ വമൂക്കിലഹു വകാതിബഹു വശാഹിദൈ ഖാലഹും സവാ. പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അത് എഴുതി വെക്കുന്നവനെയും സല്ലല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുകയാണ്. ഖാലഹും സവാ, അത് നാല് കൂട്ടരും സമമാണ് എന്ന് പറഞ്ഞാൽ സമം തന്നെയാണ്. അത് പലിശക്കെടുത്ത് വണ്ടി വാങ്ങുന്നവനാണെങ്കിലും വീടുണ്ടാക്കുന്നവനാണെങ്കിലും ബിസിനസ് തുടങ്ങുന്നവനാണെങ്കിലും ഞാൻ പലിശ കൊടുക്കുകയില്ല തിന്നുകയല്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാം സമമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ലഘൂകരിച്ചുകൊണ്ട് സാധൂകരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ അപകടമാണ് നമ്മുടെ റമദാൻ സ്വീകരിക്കാൻ, വലിയ അപകടമാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ, തൗബ സ്വീകരിക്കാൻ. ഈ പതിയിരിക്കുന്ന അപകടത്തെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് കഴിയുന്നതും പിന്മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി സമ്പത്തിൽ കടന്നുകൂടുന്ന മറ്റൊരു ഹറാമാണ്, സമ്പത്തിനെ അശുദ്ധമാക്കുന്ന മറ്റൊരു കാര്യമാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ ധനത്തിന്റെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാത്ത ധനമാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ നമ്മുടെ ധനം മുഴുവനും അശുദ്ധമായി കഴിഞ്ഞു. ആ ഒരു ചെറിയ ഭാഗം നമ്മൾ എടുത്തു മാറ്റിയാലോ ആ ധനം മുഴുവനും നമുക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ അത് മുഴുവനും ശുദ്ധമാക്കി മാറ്റാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ കുറിച്ച് 32ഓളം പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 28ഓളം പ്രാവശ്യം നമസ്കാരത്തിനോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് പരിചയപ്പെടുത്തുന്നത്. ഒരു വർഷം സക്കാത്ത് കൊടുക്കാതെ നമ്മൾ ധനം പൂഴ്ത്തിവെച്ചു, അതിന്റെ അടുത്ത വർഷം ആ ധനം എടുത്തുകൊണ്ട് ഹജ്ജിന് പോലും പോകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഉംറ ചെയ്യാൻ പാടില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഒരു വർഷം സമ്പാദ്യമായിക്കൊണ്ട് നമ്മളെ അടുക്കൽ ധനം ഉണ്ടെങ്കിൽ അത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് സക്കാത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അത് സമ്പാദിച്ച ഉടനെ നമ്മൾ ഹജ്ജിന് പോയാൽ അത് നമ്മുടെ ചെലവിലാണ് പെടുക. അത് നമ്മുടെ ഉംറയാണെങ്കിൽ അത് നമ്മുടെ ചെലവിലാണ് പെടുക. പക്ഷെ ഒരു വർഷം നമ്മുടെ കയ്യിൽ ധനം ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% നിർബന്ധമായിക്കൊണ്ടും സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അശുദ്ധമായ ധനം കൊണ്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സ്വഭാവം പറയുമ്പോൾ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, നമസ്കാരത്തിനോടൊപ്പം തന്നെ അതിനുശേഷം പറഞ്ഞു വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുത്തു വീട്ടുന്ന ആളുകളാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് വർഷം കണക്കാക്കി സക്കാത്ത് കൊടുക്കുന്നവരായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ധനം അശുദ്ധിയാകും. ആ അശുദ്ധമായ ധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹറാം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ ഒരിക്കലും സക്കാത്തിന്റെ മാസമല്ല, സക്കാത്തിനൊരു പ്രത്യേകിച്ച് മാസവുമില്ല. നമ്മൾ ഷഅബാനിലാണ് സക്കാത്ത് കൊടുത്തു തുടങ്ങിയത് എങ്കിൽ അടുത്ത ഷഅബാനിലും കൊടുക്കണം. മുഹറത്തിലാണ് കൊടുത്തു തുടങ്ങിയതെങ്കിൽ അടുത്ത മുഹറത്തിന് കൊടുക്കണം. ധനം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മളതിന് പറ്റിയ ഒരു സമയമായിക്കൊണ്ട് പലരും കണക്കാക്കാറുള്ളത് റമദാൻ മാസമാണ്. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഓർമ്മയും അതുപോലെ ഗൗരവമൊക്കെ ഉള്ള മാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എങ്കിൽ ഈ റമദാൻ അത് സക്കാത്തിന്റെ മാസമായി നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന നമ്മളുടെ വർഷത്തിലൊരു മാസമായി പരിഗണിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായിക്കൊണ്ട് സഹോദരന്മാരെ നമ്മൾ കണക്ക് നോക്കേണ്ടതുണ്ട്. നമ്മുടെ സമ്പാദ്യം അത് സക്കാത്തിന്റെ പരിധി എത്തിയതാണെങ്കിൽ അതിന്റെ 2.5% അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. 2.5%. അതായത് സക്കാത്തിന്റെ പരിധി എത്തിയാൽ 100 രൂപക്ക് 2.5 രൂപ വെച്ചാണ് സക്കാത്ത് കൊടുക്കാൻ പറയുന്നത്. അതല്ലാത്ത എല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ പൈസയാണുള്ളതെങ്കിലും സ്വർണമാണുള്ളതെങ്കിലും അതിന്റെ നിസാബ് നമ്മൾ കണക്കാക്കണം. അതല്ല നമ്മുടെ വീട്ടിൽ കാലി വളർത്തലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വ്യാപകമായി കാലി വളർത്തുന്ന ഒരു സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. വലിയ കൃഷിയുണ്ടെങ്കിൽ അതിനൊക്കെ സക്കാത്തുണ്ട്. നമ്മുടേതല്ലാത്തതൊരിക്കലും നമുക്ക് കഴിക്കാൻ ഒരിക്കലും പാടില്ല. അത് നമ്മൾ സമ്പാദിച്ചതല്ലേ, എനിക്കെന്താ കഴിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ നമ്മളുടേതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മന്നബത്ത ലഹ്മഹു മിൻ സഹത്തിൻ വന്നാർ ഔലാ ബിഹി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരുടെയെങ്കിലും മാംസം അത് ഹറാമ് കൊണ്ടാണ് വളർന്നത് എങ്കിൽ അതിനെ കത്തിച്ച് അതിനെ ഉരുക്കുവാൻ അതിനെ വേവിക്കുവാൻ ഏറ്റവും നല്ലത് നരകത്തീയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ കണക്ക് നോക്കണം. നമ്മുടെ സമ്പാദ്യത്തിന്റെ കണക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണത്തിന്റെ നിസാബായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഭാര്യമാർക്ക് സ്വർണ്ണമുണ്ടാകാം,
അവർ ധരിക്കുന്നതായിരിക്കാം, നമ്മളൊക്കെ അലമാരിയിലും ലോക്കറിലും ഒക്കെ വെച്ച് പൂട്ടിയതായിരിക്കാം. ഏതായിരുന്നാലും അത് തന്നെ നമ്മൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിക്കുന്നത് 1.5 പവൻ, വളരെ സിമ്പിളായി പറഞ്ഞാൽ 1.5 പവൻ സ്വർണം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, 1.5 പവൻ തികഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 85 ഗ്രാം സ്വർണം ഒരു പെണ്ണിനുണ്ടെങ്കിൽ, ഭാര്യക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ 2.5% അതെത്രയാണെന്ന് കണക്കാക്കുക. നമ്മൾ ഇത്ര സ്വർണത്തിന് ഇത്ര ലക്ഷക്കണക്കിന് രൂപയാണ്, ഇതൊക്കെ എങ്ങനെയാണ് വെറുതെ എടുത്തു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചാൽ സഹോദരന്മാരെ, ആ ചിന്ത നമ്മളെ നരകത്തിലെത്തിക്കുമെന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയുടെ നിസാബ് പറയുന്നത് 595 ഗ്രാമാണ്. കച്ചവടത്തിന്റെ നിസാബായിട്ട് പറയുന്നത് കച്ചവടത്തിന്റെ നമ്മളുടെ കടയിലുള്ള സാധനങ്ങളും അതുപോലെ നമുക്ക് വന്ന വിറ്റുവരവും എല്ലാം കൂടി കണക്കാക്കി അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതുപോലെ ശമ്പളമായിരുന്നാലും വാടകയായിരുന്നാലും ഏതായിരുന്നാലും അതെല്ലാം നമ്മളെ സമ്പാദ്യമാണ്. എല്ലാം നമ്മുടെ പോക്കറ്റിലേക്കാണ് വരുന്നത്, എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ കൂട്ടി നമ്മുടെ വരുമാനമായി മാറ്റുക. ആ വരുമാനത്തിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, ഓരോന്നിന്റെയും കൃത്യമായി ഇത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പലപ്പോഴും സക്കാത്ത് കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ മാത്രം പലപ്പോഴും സംശയം ചോദിക്കുന്നത് എന്തിനാണ്? അത് കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയണം. അതിനുവേണ്ടി സംശയത്തിന്റെ മുകളിൽ നമുക്ക് സംശയമാണ്. പക്ഷെ ഇതിൽ നമുക്ക് എന്താണ് ശരി യഥാർത്ഥത്തിൽ വേണ്ടത്? സൂക്ഷ്മതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഞാനെങ്ങാനും ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞ തെറ്റ് വിഴുങ്ങിയതിന്റെ പേരിൽ എനിക്ക് സക്കാത്ത് കൊടുക്കാതെ ഞാൻ നരകത്തിൽ പോയാലോ എന്ന ചിന്തയാണ് നമ്മൾ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. നമുക്ക് പലപ്പോഴും നാണയങ്ങളുടെ സക്കാത്താണ് കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ അതെങ്കിലും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഒരാളുടെ അടുക്കല് 595 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള പൈസ ഉണ്ട് എങ്കിൽ, അപ്പൊ നമ്മൾ ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കിയാൽ ഇന്നത്തെ വെള്ളിയുടെ വില നമുക്ക് കൃത്യമായിക്കൊണ്ട് കാണാൻ സാധിക്കും. ആ വെള്ളിയുടെ വില നമ്മൾ എടുത്ത് നോക്കുക, എന്നിട്ട് അതിന് എത്ര വിലയാണ് എന്ന് നോക്കി ആ 1 ഗ്രാം 595 ഗ്രാം അത് ഗുണിച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റും. 285 രൂപയാണ് ഇന്ന് വെള്ളിയുടെ വില. ആ വെള്ളിയുടെ വില 595 ഗ്രാം വെള്ളിക്ക് എത്ര വരുമെന്ന് വെച്ചാൽ അത്രയും പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി. അതിനേക്കാൾ 1 രൂപ കുറവുണ്ടെങ്കിൽ കൊടുക്കണ്ട. ആ പൈസന്റെ 1 രൂപ നമുക്ക് കുറവുണ്ട്, അത്രയും സമ്പാദ്യം, എന്റെ സമ്പാദ്യം അതിലേക്ക് എത്തിയിട്ടില്ല, നിസാബ് തികഞ്ഞിട്ടില്ല, കൊടുക്കേണ്ട കണക്ക് തികഞ്ഞിട്ടില്ല, അള്ളാഹു നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഇനി 1 രൂപ കൂടിയാലോ? ആ 1 രൂപ കൂടിയാലും അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ നമ്മുടെ അടുത്തുണ്ട്. ഒരു 2 ലക്ഷം രൂപ നമ്മുടെ അടുത്ത് എല്ലാ ചെലവും കഴിഞ്ഞ്, നമ്മുടെ എല്ലാ ചെലവും, നമ്മളെ സ്വതക്കയും എല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിൽ മിച്ചം വരുന്നത് ഒരു 2 ലക്ഷം രൂപയാണ് എങ്കിൽ ആ 2 ലക്ഷം രൂപയുടെ 2.5%, മൊത്തം പൈസയുടെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ സ്വർണത്തിൻ്റെതായിരുന്നാലും നമ്മളത് വെള്ളി ഉണ്ടെങ്കിൽ വെള്ളിയുടേതായിരുന്നാലും ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ വളരെ ചെറിയ കാര്യമാണ്. പക്ഷെ അതിൽ വീഴ്ച വരുത്തിയാലോ വലിയ ശിക്ഷയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ, നീ അവരിൽ നിന്ന് നിർബന്ധ ദാനം അത് പിടിച്ചു വാങ്ങണം. ഒരു ഭരണകർത്താവിന്റെ ചുമതലയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇതേ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ചില കള്ളന്മാർ രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഇത് പ്രവാചകനോടുള്ള കൽപ്പനയാണ്, അതുകൊണ്ട് അബൂബക്കറിന് ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഒരൊട്ടകത്തിന്റെ കയറാണ് അവർ തടഞ്ഞു വെക്കുന്നത് എങ്കിൽ പോലും അതിനുവേണ്ടി അവരോട് എത്ര കാലം വേണമെങ്കിലും ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പഠിപ്പിച്ചു. സഹോദരന്മാരെ, അത് അവരുടെ നരകരക്ഷയ്ക്ക് വേണ്ടിയാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ ധനത്തിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം പിടിച്ചു വാങ്ങണം. തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കാൻ, വതുസക്കീഹിം ബിഹാ, അവരെ അതുകൊണ്ട് സംസ്കരിക്കുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന ഔദാര്യമല്ല. ഒരു മുതലാളി തന്റെ കയ്യിലുള്ള പൈസ അല്പം ചില്ലറ മാറി വെച്ചുകൊണ്ട് തന്റെ വീട്ടിൽ ക്യൂ നിൽക്കുന്ന ആശ്രിതർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ചില്ലറ നാണയ തുട്ടുകൾക്കല്ല സക്കാത്ത് എന്ന് പറയുന്നത്. പള്ളി നിൽക്കുന്ന മൗലവിയുടെ പോക്കറ്റിൽ വെച്ച് ഇതാ സക്കാത്ത് എന്ന് പറഞ്ഞു കൊടുത്താൽ സക്കാത്തിന്റെ കടം വീടുകയില്ല. സക്കാത്തിന്റെ കടം വീടണമെങ്കിൽ കൃത്യമായിക്കൊണ്ട് വർഷത്തിൽ കണക്ക് നോക്കണം. ആ കണക്ക് നോക്കി 595 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ സക്കാത്ത് നമുക്ക് നിർബന്ധമായി. മൊത്തത്തിൽ പൈസയുടെ 2.5% കൊടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ ദാനം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അതൊന്നും നിർബന്ധമല്ല. പക്ഷെ ഇത് നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ ധനത്തിൽ ചോദിച്ചു വരുന്ന ആളുകൾക്കും വൽ മഹ്റൂം, ജീവിതമാർഗം തടയപ്പെട്ട ആളുകൾക്കും ഒരു ഹക്കുണ്ട്, അവകാശമുണ്ട്. നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളല്ല, മറിച്ച് ദരിദ്രന്റെ അവകാശമാണ്. ധനികന്റെ സ്വത്തിൽ ദരിദ്രനുള്ള അവകാശമാണ് സക്കാത്ത് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, അത് വളർച്ചയാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാ നഖസത് സദഖത്തുൻ ഫി മാലി,
ഒരു സദഖ അല്ലെങ്കിൽ നിർബന്ധ ദാനം അത് കൊടുക്കുന്നത് കൊണ്ട് ധനത്തിന് യാതൊരു കുറവും വരികയില്ല. നമുക്കറിയാം, സക്കാത്ത് നിലനിൽക്കുന്ന രാജ്യത്താണോ സക്കാത്ത് നിലനിൽക്കാത്ത രാജ്യത്താണോ കൂടുതൽ ധനവും അഭിവൃദ്ധിയും ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്കറിയാം, മക്ക രാജ്യം പോലെ അറേബ്യൻ നാടുകൾ ഒരു മരുഭൂമിയാണ് എങ്കിൽ പോലും ഇവിടെ ഫലഭൂയിഷ്ടമായ കൃഷിയും കച്ചവടവും എല്ലാം നടക്കുന്ന സ്ഥലമാണ്. ഇന്ത്യ രാജ്യവും കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് പറയുമ്പോഴും ഇവിടെ നിന്ന് കാശുണ്ടാക്കാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അറേബ്യൻ നാട്ടിലേക്കും മണലാരണ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ധനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം അഭിവൃദ്ധി നൽകിയിട്ടുണ്ട്. കാരണം അത് സക്കാത്താണ് എന്ന് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മാനിഉ സക്കാത്ത്. സക്കാത്ത് കൊടുക്കാത്തവന് സ്വർഗമില്ല. നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, എല്ലാം ഉണ്ട്. കാശുണ്ടായിട്ട് സക്കാത്ത് കൊടുത്തില്ല. കാശില്ലാത്തവന് പ്രശ്നമില്ല, ഇത് ആരും നിർബന്ധിക്കുന്നില്ല. പൈസ ഇല്ലേ, സക്കാത്ത് കൊടുക്കണ്ട. അത് പൈസ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനതൊരു ബുദ്ധിമുട്ടുമല്ല. അള്ളാഹു ലളിതമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പൈസ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അവന്റെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നോമ്പ് പോരാ, നമസ്കാരം പോരാ, ഹജ്ജ് പോരാ, ഉംറ പോരാ, സക്കാത്തും കൂടി വേണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച മറ്റൊരു വചനമുണ്ട്. ലാ യംനഉ ഖൗമുൻ സകാത്ത് അംവാലിഹിം. ഒരു ഖൗമ് സക്കാത്തിന്റെ വിഹിതം തടഞ്ഞു വെച്ചാൽ ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാഅ്. ആകാശത്തിൽ നിന്നുള്ള മഴ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും. ക്ഷാമമുണ്ടാകും. നമ്മൾ നമ്മളുടെ പൈസ പിടിച്ചു വെച്ച് ഇത് മാത്രം മതി ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോൾ മഴയില്ലാത്ത അവസ്ഥ ഈ ലോകത്തുണ്ടാകും, ക്ഷാമമുണ്ടാകും, വരൾച്ചയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വലൗലൽ ബഹാഇമ ലം യംതുറു. പ്രവാചകൻ സല്ലല്ലാഹു തുടർന്നുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് മഴ കിട്ടുന്നുണ്ടല്ലോ, ഞാൻ സക്കാത്ത് കൊടുക്കാതിരുന്നതിന് മഴ കിട്ടുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, ഇവിടുത്തെ കന്നുകാലികളില്ലായിരുന്നെങ്കിൽ മഴ അള്ളാഹു പെയ്യിപ്പിക്കുമായിരുന്നില്ല. സക്കാത്ത് നിർബന്ധമില്ലാത്ത, ബുദ്ധിയില്ലാത്ത കന്നുകാലികളുടെ മഴയാണ് സക്കാത്ത് കൊടുക്കാത്ത പൂഴ്ത്തിവെക്കുന്ന കള്ളന്മാർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, എല്ലാ ദിവസവും ഓരോരുത്തർക്കും വേണ്ടി 2 മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കും. ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അതി മുംസികൻ ഖലഫ. അല്ലാഹുവേ, ചെലവഴിക്കുന്നവരെ നീ ഇരട്ടി ഇരട്ടിയായി കൊടുക്കണമേ. ഒരു മലക്ക് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താ? അല്ലാഹുമ്മ അതി മുംസികൻ തലഫ. ഉണ്ടായിട്ടും തടഞ്ഞു വെക്കുന്നവനെ ഈ ധനത്തിൽ നീ നാശം കൊടുക്കണമേ. സഹോദരങ്ങൾ, ഈ നാശം അതെങ്ങനെ കടന്നു വരും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ഹൈറാണി എന്ന് വിചാരിച്ചുകൊണ്ട് സമ്പാദിച്ചു വെക്കുന്ന ധനം, ആ ധനം ഏത് വഴിക്ക് നമ്മൾ ചെലവഴിക്കേണ്ടി വരും നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു രോഗം പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വന്നാൽ, ഒരു കടം പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വന്നാൽ, അവർക്കൊന്നും കൊടുക്കാതെ നമ്മൾ പൂഴ്ത്തിവെക്കുന്ന ധനം നമ്മളെ വലിയ കടത്തിലാക്കിയേക്കാം. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊരാൾക്ക് ഒരു വലിയ രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചേക്കാം. എടുത്താലും തീരാത്തത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് വീട് വിൽക്കേണ്ടി വന്നേക്കാം. അവസാനം ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ പോയിക്കൊണ്ട് ഏതെങ്കിലും കത്തുമായിക്കൊണ്ട് ക്യൂ നിന്ന് അവിടെ നിന്ന് നമ്മളുടെ ഭാര്യമാർ ചിലപ്പോൾ അവിടെ പോയി നിന്നുകൊണ്ട് യാചിക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടായേക്കാം. ഇതൊക്കെ തീരുമാനിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ ഒരു ശാപ പ്രാർത്ഥന കൊടുക്കാത്തവനുണ്ടാകുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ബർസഖിൽ പോലും ശിക്ഷയുണ്ട്. ഇത് പരലോകത്ത് മാത്രം ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമല്ല, സക്കാത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണത്. നമസ്കാരത്തിന് നമുക്ക് കിട്ടുന്ന ശിക്ഷ എവിടെ നിന്നാണ്? അത് പരലോകത്ത് നിന്നാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഉടമസ്ഥന്മാരായ ആളുകൾ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ. അതിന്റെ അവകാശപ്പെട്ട സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ഇല്ലാ ഇദാ കാന യൗമൽ ഖിയാമത്തി സുഫിഹത് ലഹു സഫാഹി മിനൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ധനങ്ങളെല്ലാം കൂടി അടിച്ചു പരത്തി പാകപ്പെടുത്തും. എന്നിട്ട് ഫഉഹ്മി അലൈഹാ ഫീ നാരി ജഹന്നമ. എന്നിട്ട് നരകത്തിലെ തീയിലിട്ടത് ചുട്ടുപഴിപ്പിച്ചെടുക്കും. ഫയുഖ്വാ ബിഹാ ജംബഹു വജബീനഹു. അവന്റെ നെറ്റിത്തടത്തിലും അവന്റെ ശരീരഭാഗങ്ങളിലും വഫീ ദുഹൂരിഹി, അവന്റെ പുറത്തുമെല്ലാം വെച്ച് കഠിനമായി ചൂട് വെച്ച് അവനെ പീഡിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കുല്ലമാ ബറദത്, അതങ്ങനെ തണുത്തു പോകുന്ന സമയത്ത് വഈദത് ലഹു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ നീളമുള്ള ആ ദിവസം അത് വീണ്ടും ചുട്ടുപഴിപ്പിച്ചെടുക്കും. എന്നിട്ട് അവന്റെ ശരീരത്തെ വീണ്ടും വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പറയുകയാണ് ഹത്താ യുഖ്ലാ ബൈനൽ ഇബാദ്. ഇതെവിടെ വരെയാണ്?
അടിമകളുടെ കാര്യം തീരുമാനിക്കുന്നത് വരെ. ഫയുറാ സബീലഹു, എന്നിട്ട് അവന്റെ മാർഗം കാണിക്കപ്പെടും. ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അപ്പൊ സ്വർഗത്തിലെത്തിയിട്ടില്ല, നരകത്തിലെത്തിയിട്ടില്ല. നരകത്തിലെത്തുന്നതിന് മുമ്പ് ബർസഖിയായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. സക്കാത്ത് കൊടുക്കാതെ പൂഴ്ത്തിവെക്കുന്ന ആളുകൾക്ക് അവൻ ഏറ്റവും നന്നായി കണ്ട അവന്റെ ധനം തന്നെ അത് ലോഹമായിക്കൊണ്ട് ചുട്ടുപഴുപ്പിച്ച് അവന്റെ ശരീരമാസ്തകലം ചൂടുവെക്കുമെന്ന് നുണ പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് സ്വർണമായിരുന്നാലും വെള്ളിയായിരുന്നാലും കറൻസി ആയിരുന്നാലും നമ്മുടെ കച്ചവട സമ്പത്തായിരുന്നാലും നമ്മുടെ കൃഷിയായിരുന്നാലും ഏത് കാര്യമായിരുന്നാലും ഇത് തന്നെയാണ് അവൻ ഏൽക്കാൻ നിൽക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ധനത്തിനെയാണ്. എന്നാൽ അതാണ് നമുക്ക് തിരിഞ്ഞുകൊത്തി നമ്മൾക്കൊരു ശിക്ഷയായിക്കൊണ്ട് മാറുന്നത്. ഇന്നല്ലദീന ലാ യുഅദ്ദി സകാത്ത മാലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധനത്തിന്റെ സക്കാത്ത് കൊടുക്കാത്ത ഒരുത്തൻ യുമസ്സിലുല്ലാഹു അസ്സ വജല്ല ലഹു മാലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖ്റൽ. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നതാണ്, വലിയൊരു ഘോര സർപ്പമായിക്കൊണ്ട്, 2 പത്തിയുള്ള സർപ്പമായിക്കൊണ്ട് അവനെ ചുറ്റി വരിഞ്ഞു മുറുക്കും. എന്നിട്ട് അവന്റെ ശരീരത്താസകലം കൊത്തിക്കൊണ്ടിരിക്കും. അവനാകെ അതിശയപ്പെട്ട് നോക്കുമ്പോൾ ആ പാമ്പ് പറയും, അന കൻസുക് വ അന മാലുക്, ഞാൻ നിന്റെ ധനമാണ്, ഞാൻ നിന്റെ നിധിയാണ്, നീ നിധി പോലെ സൂക്ഷിച്ചു വെച്ച ധനം ഇതാ നിന്നിലേക്ക് തിരിച്ചു കൊത്തിയിരിക്കുന്നു എന്ന് നമ്മോട് പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയുമെല്ലാം അത് ഭണ്ഡാരമായിക്കൊണ്ട്, ഒരു ധനമായിക്കൊണ്ട്, ഒരു നിധിയായിക്കൊണ്ട് ശേഖരിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പറഞ്ഞ വളരെ കുറച്ച്, ഒരു 2.5% കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കാത്തവൻ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. സഹോദരന്മാരെ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ശിക്ഷയാണോ? ആ വാക്കുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് ഏറ്റവും വേദനാജനകമായി കൊണ്ടാണ്. എന്നിട്ട് ആ ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആദ്യം കേട്ട ഭാഗം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. ചെറിയൊരു കാര്യം കൊടുക്കാത്തത് കൊണ്ട്, ചെറിയൊരു ശതമാനം അത് ചെലവാക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. നമ്മളത് കൊടുക്കാൻ വിചാരിക്കുമ്പോഴായിരിക്കും സ്വർണത്തിൽ തൊടാൻ ഒരു പെണ്ണുങ്ങൾ സമ്മതിക്കില്ല. ആ പെണ്ണുങ്ങൾ പറയും, ഇതിപ്പോ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഈ പെണ്ണിന് വിവരം വെച്ചാലോ, പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞാലോ, ഉസ്താദിനതൊക്കെ പറയാം, നിങ്ങൾക്കതൊക്കെ പറഞ്ഞാൽ മതി, ഈ സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്ത് വിലയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിന് നിരുത്സാഹപ്പെടുന്ന പെണ്ണാണെങ്കിലും അതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഭർത്താവാണിയെങ്കിലും പല ന്യായങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് കൊടുക്കണ്ടേ, നമുക്ക് ഇന്ന കാര്യം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും വൽ ഹുവ ശർറുൻ ലഹും. അല്ലാഹു പറയുന്നത് വളരെ കൃത്യമായി കൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കണ്ട, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ധനം അത് നിങ്ങൾ ചെലവഴിക്കാതെ പൂർത്തിവെക്കുന്നത് ഖൈറാണി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, വൽ ഹുവ ശർറുൻ ലഹും, അത് നിങ്ങൾക്ക് ഏറ്റവും ദോഷമായി കൊണ്ട് ഭവിക്കാൻ പോവുകയാണ്. സയുതവഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ, അതൊക്കെ നിങ്ങൾക്ക് കണ്ടാഭരണങ്ങളായിക്കൊണ്ട് നിങ്ങൾക്കത് വേണ്ടാത്ത സമയത്ത് അണിയിക്കപ്പെടും. ഇന്ന് കൈവിടാതെ വെച്ച സ്വർണം കഴുത്തിലിടാനും കാതിലിടാനും ഇട്ടാലും മതിയാകാതെ സ്വർണം കൊണ്ട് മൂടാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സ്വർണമുണ്ടല്ലോ, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അത് നരകത്തിലെത്തുമ്പോഴാണ്, ഒരാഗ്രഹവുമില്ലാത്ത സമയം. ആ സമയത്ത് അത് ചുട്ടുപഴുപ്പിച്ചുകൊണ്ട് കണ്ടങ്ങളിലും കഴുത്തിലും കാതിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധരിപ്പിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, നമസ്കാരത്തിൽ നമുക്ക് വിശ്വാസമില്ലേ? 5 നേരം നമസ്കരിക്കാൻ പറഞ്ഞ് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, ഉംറയ്ക്ക് നമ്മൾ പോകുന്നുണ്ട്, ഹജ്ജിന് നമ്മൾ പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് വിശ്വാസമാണ്. കുലു വസ്റബു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞ ആയത്ത് നമുക്ക് വിശ്വാസമാണ്. പക്ഷെ എന്തുകൊണ്ട് സക്കാത്തിനെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ മാത്രം നമുക്ക് ഒരുപാട് തർക്കങ്ങളും അതുപോലെ ഒരുപാട് സംശയങ്ങളും വരുന്നത്? കയ്യിൽ നിന്ന് കാശ് പോകുമെന്ന പേടിയാണ്. സഹോദരങ്ങളെ, കാശ് തന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചിലവാക്കാനാണ് പറയുന്നത്, തരാത്തവനോട് പറയുന്നില്ല. അപ്പൊ അത് കൃത്യമായിക്കൊണ്ട് സഹോദരന്മാരെ കണക്ക് നോക്കാൻ സാധിക്കണം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ദഖല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഹ ഫീ യദി ഫതഹാത്തുൻ മിൻ മരീഖിൻ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് കടന്നു ചെല്ലുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു വള കിടക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ യാ ആയിഷ, ആയിഷ എന്താണ് കയ്യിൽ കിടക്കുന്നത്? അവർ പറയാണ്, ഫഖുൽതു സനഅതുഹുന്ന അതുസയ്യിനു ലക യാ റസൂലല്ലാഹ്, അത് ഞാൻ പണിയിപ്പിച്ചതാണ്, ഒരു വളയുണ്ടാക്കിയതാണ്, വളയുണ്ടാക്കി കയ്യിലിട്ടതാണ്, അത് ഭംഗിയായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ലേ റസൂലുള്ളാഹ് എന്ന് ഭർത്താവിനോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹ് ഭംഗിയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ചോദിച്ച കാര്യം, തുഅദ്ദി സകാതഹ, അതിന്റെ സക്കാത്ത് കൊടുത്തോ ആയിഷ? അപ്പൊ ആയിഷ പറയുന്നത്, ഖുൽതു ലാ,
ഔ മാഷാ അല്ലാഹ്. കൊടുത്തിട്ടില്ല റസൂലേ. അള്ളാഹു വിശ്വാസം പറഞ്ഞു, നരകത്തിലേക്ക് പോകാൻ അത് മതി ആയിഷ, നരകത്തിൽ പോകാൻ ഇത് മതി, കൂടുതലായിട്ടൊന്നും വേണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയോടാണ്. പ്രവാചകന് ഏറ്റവും സ്നേഹമുള്ള ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ലോകത്ത് ആരെയാണ് ഏറ്റവും അധികം ഇഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയാണ് സഹാബത്തിനോട് പറഞ്ഞത്, ആയിഷയാണ് എനിക്കിഷ്ടം, എന്റെ ഭാര്യ ആയിഷയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഈ ഒരു വള അത് മതി ആയിഷ, നിനക്ക് നരകത്തിൽ പോകാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ. സഹോദരങ്ങളെ, കൂടുതൽ പറയേണ്ടതില്ല, നമ്മൾ മനസ്സിലാക്കുക. വളരെ കുറച്ചേ ചോദിക്കുന്നുള്ളൂ. സ്ത്രീകൾ മനസ്സിലാക്കുക, മക്കൾ മനസ്സിലാക്കുക. ഉമ്മായുടെ എന്ന് പറയണ, ഉമ്മ ലോക്കറിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന സ്വർണം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് ധരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ സക്കാത്ത് കൊടുത്തോ? സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് പോകാൻ വഹസ്ബുക്കി മിനന്നാർ, അത് മതി ഉമ്മ. വാപ്പയാണ് തടയുന്നതെങ്കിൽ വാപ്പായോട് പറയണം, വാപ്പ നിസ്കരിക്കുന്ന എന്തിനാ? സ്വർഗത്തിൽ പോകാനല്ല, നരകത്തിൽ പോകരുത് എന്നാ പേടിയുള്ളത് കൊണ്ടല്ലേ. നോമ്പ് പിടിക്കുന്ന എന്തിനാണ് ഉംറയ്ക്ക് പോകുന്നത്? ഇതൊന്നും വേണ്ടല്ലോ. എന്നാൽ അതുപോലെ എന്താണ് സക്കാത്തിന്റെ കാര്യത്തിൽ വാപ്പക്ക് ശ്രദ്ധയില്ലാത്തത്, ഉമ്മക്ക് ശ്രദ്ധയില്ലാത്തത് എന്ന് ചോദിക്കാൻ സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം അത് ഇന്ന് വീട്ടിൽ ചെന്ന് കണക്ക് നോക്കുക. 285 രൂപ ഞാൻ പറഞ്ഞു, 1 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വിലയാണ്. നാളെ ചിലപ്പോൾ അത് മാറും. നമ്മൾ എന്നാണ് സക്കാത്ത് കൊടുക്കണം അന്ന് വില കണക്കാക്കണം. ആ 285 × 595 അത് നമ്മൾ കണക്കാക്കി 1,69,575 രൂപ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാ ചെലവും കഴിച്ചിട്ട് ഇന്ന് നമ്മുടെ ബാങ്കിലാണെങ്കിലും അക്കൗണ്ടിലാണെങ്കിലും ഏതിലാണെങ്കിലും അതുണ്ട് എങ്കിൽ സഹോദരന്മാരെ, അതിന്റെ 2.5%, കൂടുതലുണ്ടെങ്കിലോ അതിന്റെ 2.5%, എത്ര കൂടിയാലും മൊത്തം സ്വത്തിന്റെ 2% സക്കാത്ത് കൊടുക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സഹോദരന്മാരെ, അത് കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗമാണ് നമുക്ക്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ ചെറിയ സംഖ്യ കൊണ്ട് നമ്മൾ നരകത്തിൽ മാത്രമല്ല ബർസഖിലും ശിക്ഷ, വിചാരണയുടെ സമയത്ത് ശിക്ഷ, അതുപോലെ തന്നെ പരലോകത്ത് നരകം ലഭിക്കുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കണക്ക് നോക്കി അതിന്റെ സക്കാത്ത് അത് കൊടുത്തു വീട്ടാൻ നമുക്ക് സാധിക്കണം. അത് കൊടുക്കേണ്ട അവകാശികൾക്ക് തന്നെ കൊടുക്കണം. 8 അവകാശികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ അവകാശികൾക്ക് തന്നെ സക്കാത്ത് എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിക്കൊണ്ട്, അതല്ലാതെ ആർക്കെങ്കിലും ഒക്കെ വരുന്നവനും പോകുന്നവനും ഒക്കെ കൊടുക്കാം. സ്വതക്ക കൊടുക്കാം, ഏത് കാഫറിനും കൊടുക്കാം. അവനിപ്പോ കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്വതക്ക അത് നിർബന്ധ ദാനമല്ല, അത് പൊതുദാനധർമ്മങ്ങളാണ്. അത് നമുക്ക് ആർക്കും കൊടുക്കാം, ഏത് പാവപ്പെട്ടവനും കൊടുക്കാം. സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് അത് മുസ്ലിമീങ്ങൾക്കാണ്. അവിശ്വാസികളായ ആർക്കെങ്കിലും കൊടുക്കാമെങ്കിൽ, അവിശ്വാസിക്കല്ല മുസ്ലിമായ ആർക്കെങ്കിലും കൊടുക്കാമെങ്കിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വരാൻ നിൽക്കുകയാണ്. ആകെ ഒരു തടസ്സം അവർക്ക് സമ്പത്താണ്. അവർ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കും, അവരുടെ സ്വത്ത് നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ അവർക്ക് സഹായം കൊടുത്തുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരാം. അതല്ലാതെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ പറഞ്ഞല്ല, പൈസ കൊടുത്ത് ഏതെങ്കിലും കാഫറിനെ പിടിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനല്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അവന് ആകെ ഒരു തടസ്സം ഈ സമ്പത്താണ് എങ്കിൽ അതിന് സഹായിക്കാം. അതല്ലാത്തതെല്ലാം അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി സക്കാത്തിന്റെ കണക്ക് നോക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് നരകത്തിൽ രക്ഷപ്പെടണം. ആ ഒരു നിയ്യത്തോടുകൂടി സക്കാത്ത് കൊടുത്തു വീട്ടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.